ഇന്നലെ നമ്മൾ നോക്കിയത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തത്. സൗണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യണോട്ടാ. അപ്പം ഡെവലപ്മെന്റും ഗ്രോത്ത് ആണ് കഴിഞ്ഞ ക്ലാസ് നോക്കിയത്. അപ്പൊ ഒരാള് ഗ്രോത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് പറയാം, ഒരാള് ഡെവലപ്മെന്റിനെ കുറിച്ച് ജസ്റ്റ് മീനിങ് എന്താ മനസ്സിലായെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയറില്ലേ മാം? എന്താണ് മലയാളത്തില് ക്ലിയർ ഇല്ലേന്ന്? സോറി ഞാൻ കേട്ടെന്ന് അതെന്താ പ്രയർ പറഞ്ഞോ കേട്ടോ. ഞാൻ ചൊല്ലാം മാം. ഞാൻ പാടട്ടെ? ഗൗജി ആൾ പറയാറില്ലല്ലോ. ഞാൻ അടുത്ത ക്ലാസ് പറയട്ടെ. My life is in you, Lord. My strength is in you, Lord. My hope is in you, Lord. In you is in you. My life is in you, Lord. My strength is in you, Lord. My hope is in you, Lord. In you is in you. Thank you. ഓക്കെ, നമ്മള് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിൽ ഡെവലപ്മെന്റ് എന്താണ്, ഗ്രോത്ത് എന്താണെന്ന് ഓരോരുത്തരും എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഇത് മനസ്സിലായത് എന്താണെന്ന് പറഞ്ഞാൽ മതി. ഇത് മനസ്സിലായതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞിട്ട് നമുക്ക് പോർഷനിലേക്ക് പോവാം കേട്ടോ. പറഞ്ഞ വേഗം മാം ഞാൻ പറയാം. പറഞ്ഞോടാ. ഗ്രോത്ത് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഇവന്റിനെ ബേസ് പ്രോസസ്സ്. അത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയല്ല. അത് നമ്മളൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രോത്ത് നിൽക്കും. പിന്നെ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതിന് സൈസ്, വെയിറ്റ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് എൻ എ സ്ട്രക്ചറൽ ഇൻ നേച്ചർ. ഇതാണ് ഗ്രോത്തിൽ പറയാനുള്ളത്. വേറെ ആരെങ്കിലും പറയണ്ട ഗ്രോത്തിനെ കുറിച്ച്? ഞാൻ പറയാം. പറഞ്ഞോ ഫസ്റ്റ്. സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരിക്കലും സെൽസ് എന്താവില്ല, വലുതാവുന്നതല്ല. ബട്ട് അതിന്റെ സെൽസിന്റെ കൗണ്ട് കൂടുന്നതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പിന്നെ ബേബിഹുഡിലാണ് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് ഒക്കെ വരിക, ഒരു അഡോളസെൻസിൽ. പിന്നെ പെട്ടെന്ന് ചേഞ്ചസ് ഒക്കെ അഡോളസെൻസിലും, പിന്നെ ഒരു സ്റ്റേജ് വരെ മാത്രമാണ് ഇതിന്റെ ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാവും. പിന്നെ അതുപോലെ തന്നെ ഗ്രോത്ത് ഒരു സ്ട്രക്ചറലാണ്, ഒരു ഘടനാപരമായിട്ടുള്ളതാണ് ഗ്രോത്ത്. പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് വരത്തില്ല. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്റ്റേജ് വരെ ആവത്തുള്ളൂ. അത് കഴിഞ്ഞ് അത് ഡെവലപ്പ് ചെയ്ത് വരത്തില്ല. പിന്നെ എന്താ പറയാ, അങ്ങനെയൊക്കെ. ഇനി ആരെങ്കിലും ഗ്രോത്തിനെ കുറിച്ച് പറയണ്ട? മാം ഞാൻ പറയാം. പറഞ്ഞോ ദീപ. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ബോഡിയിലും നമ്മുടെ സ്വഭാവത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതിന്റെ അളവ് നമുക്ക് കണ്ടെത്താൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് വെയിറ്റ്, ഹൈറ്റ്, അങ്ങനെ. പിന്നെ ജീവിതത്തിലുടനീളം ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. അതൊരു മെച്യൂരിറ്റിയിൽ എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ആവുന്നു. പിന്നെ വളർച്ച, ഗ്രോത്ത് ഈസ് എ സ്ട്രക്ചറൽ പ്രോസസ് ആണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഏകദേശം എല്ലാവർക്കും ഗ്രോത്ത് മനസ്സിലായല്ലോ അല്ലെ? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നാരോ കൺസെപ്റ്റ് ആണ്. ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വൈഡർ കൺസെപ്റ്റ് ആണ്. കുറച്ച് ഗ്രോത്ത് എന്നല്ല, ഡെവലപ്മെന്റ് എന്താണ് ഒരു വൈഡർ കൺസെപ്റ്റ് ആണ്. ആരും ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഫിസിക്കലി മെന്റലി ഉണ്ടാകുന്ന വളർച്ചയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് അളക്കാൻ പറ്റില്ല, അതൊരു മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്. അതൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം നമ്മുടെ പെരുമാറ്റവും നമ്മുടെ പ്രവൃത്തികളുമാണ് അത് തീരുമാനിക്കുന്നത്. നമ്മൾ എത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ വളർച്ചയില്ല, കുട്ടി ജനിച്ചത് മുതലുള്ള ഒരു വളർച്ചയുടെ പല ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ ഘട്ടങ്ങളിലെല്ലാം ഒരുപോലെ ആയിരിക്കില്ല ആ കുട്ടി പെരുമാറുന്നത്. ഇപ്പൊ 5 വയസ്സായ ഒരു കുട്ടി
5 വയസ്സുള്ള ഒരു കുട്ടി ആ 5 വയസ്സിൽ പെരുമാറുന്ന രീതിയോ അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതികളോ അവന്റെ കാഴ്ചപ്പാടോ ഒന്നും ആയിരിക്കില്ല അവന് 15 വയസ്സുള്ളപ്പോൾ. അപ്പൊ അതിൽ വ്യത്യാസം വരും. അപ്പൊ അത്രയും കാലത്തെ അവന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അവൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് അവന്റെ ഡെവലപ്മെന്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. അപ്പം ഏതൊരു പ്രോഗ്രസീവ് ഇൻ നേച്ചർ, ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ബിഹേവിയർ. നമ്മുടെ പെരുമാറ്റത്തിൽ വരുന്ന ചേഞ്ചസ് വെച്ചിട്ടാണ് നമ്മുടെ ഡെവലപ്മെന്റ് നമ്മൾ കണക്കാക്കുന്നത്, ചെയ്യുന്നത്. അതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ പറയാം മാഡം. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറിൽ വന്ന ചേഞ്ചസ് ആണ് ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് ആ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് ക്വാളിറ്റേറ്റീവ് ആണ്. നമുക്കത് മെഷർ ചെയ്യാൻ സാധിക്കില്ല. അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് നമ്മുടെ ലൈഫ് ലോങ് അത് ഉണ്ടായിരിക്കും. അതൊരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ പറയാം മാം. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ് ആണ്. അത് നമുക്ക് അളക്കാൻ കഴിയില്ല, പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. അത് മറ്റുള്ളവരിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവരിൽ എത്രത്തോളം വളർച്ച ഉണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ അത് അളക്കാനായിട്ട് കഴിയില്ല. ഇത് പ്രോഗ്രസ് ആയിട്ട് നടക്കും. എൻഡ് ഓഫ് ലൈഫ് വരെ നമുക്കിത് നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബിഹേവിയറിലൊക്കെ വരുന്ന ചേഞ്ചസ് നമുക്ക് മാറ്റാനായിട്ട് എൻഡ് ഓഫ് ലൈഫ് വരെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് തന്നെയാണ്. താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും പറയാനുണ്ട് ഡെവലപ്മെന്റിനെ കുറിച്ച്? ഡെവലപ്മെന്റ് ഏകദേശം മനസ്സിലായല്ലോ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചേഞ്ച്, നമ്മുടെ ബിഹേവിയറിലുള്ള ചേഞ്ചസിനെയാണ് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ പ്രോഗ്രസീവ് ഇൻ നേച്ചർ ആണ്. നമുക്ക് ഏജ് ആവുന്നതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മുടെ ലൈഫ് ലോങ് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്വാളിറ്റേറ്റീവ് ആക്സെപ്റ്റ് ആണ്. നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡിഫറൻസ് കേട്ടോ. ഇതല്ലേ എടുത്തത്. ഓരോരുത്തരും ഓരോ പോയിന്റ്സ് വായിച്ചിട്ട് അതെന്ത് ചെയ്യാ, എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്രോത്തിലത്തെ ഫസ്റ്റ് പോയിന്റ് വായിക്കുക, ഡെവലപ്മെന്റിൽ ഫസ്റ്റ് പോയിന്റ് വായിക്കുക. എന്നിട്ട് അതിന്റെ മീനിങ് എന്താ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാം. ഓക്കെ, ഓരോരുത്തരും ചെയ്യാം കേട്ടോ. ആരാ ഫസ്റ്റ് പറയണത്? ആദ്യത്തെ ഞാൻ പറയാം. പറഞ്ഞോടാ. ഗ്രോത്തിന് ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ദ സ്പെസിഫിക് aspect of body or behavior of the individual. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലും ശരീരത്തിലും നമ്മുടെ സ്വഭാവങ്ങളിലും ഉണ്ടാവുന്ന മാറ്റങ്ങളെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അത് ഓക്കെ. മൊത്തമാണോ മേഡം, അതോ ഓരോ സെന്റൻസ് ആണോ? ഫസ്റ്റത്തെ പോയിന്റ് നേരെയുള്ള ഫസ്റ്റ് പോയിന്റ് ഗ്രോത്ത് ഫസ്റ്റ് പോയിന്റ്. ഓവറോൾ ചേഞ്ചസ് ദാറ്റ് റിസൾട്ട് ഇൻ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് ഇൻഡിവിജ്വൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് ഒരു ഫങ്ഷണൽ പ്രോസസ് ആണ്. അതിൽ സോഷ്യൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ്, മോറൽ അങ്ങനെ നമ്മുടെ ഓരോ സ്വഭാവത്തിന്റെ അനുസരിച്ചും മെച്യൂരിറ്റി ആവുന്നതനുസരിച്ചും നമ്മുടെ ഡെവലപ്മെന്റിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. രണ്ടാമത്തെ ഞാൻ വായിക്കാം മാം. ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. ഇത് അളക്കാനായിട്ട് നമുക്ക് കഴിയും. ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്. ഇത് നമുക്ക് കാണാനും അളക്കാനായിട്ട് കഴിയില്ല, കാണാനായിട്ട് നമുക്ക് കഴിയും, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും കഴിയും. അടുത്ത പോയിന്റ് ഞാൻ പറയാമോ? Growth. It does not continue throughout life. It stops with when maturity is attained. Growth എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് അല്ല. അതൊരു സ്റ്റേജ് എത്തുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുക. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അൺസീസിങ് പ്രോസസ്. ഇറ്റ് ഡസ് നോട്ട് എൻഡ് വെൻ ദ മെച്യൂരിറ്റി ഈസ് അറ്റൈൻഡ്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതൊരു സ്റ്റേജിൽ നിന്ന് പോകുന്നതല്ല. അത് നമ്മുടെ ലൈഫ് ലോങ് അത് നമുക്കൊപ്പം
ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. നെക്സ്റ്റ് പോയിന്റ്. അടുത്ത പോയിന്റ് ഇല്ലേ? ഞാൻ പറയാം മാം. ഓക്കെ, പറഞ്ഞോളാം. It is narrow in its meaning and only one of the features of development process. ഇത് ഒരു ഇടുങ്ങിയ എന്താ പറയാ ഇടുങ്ങിയ സ്വഭാവമുള്ളതാണ് അല്ലേ, ഒരു ചെറിയ നാരോ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഗ്രോത്ത്, വളർച്ച എന്ന് പറയുന്നത്. അത് ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ ഒരു ഫീച്ചർ മാത്രമാണ് അത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ ചെറിയ ഫീച്ചറാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ഇറ്റ് ഈസ് എ വൈഡർ ആൻഡ് എ കോംപ്രിഹെൻസീവ് ടേം. അതിനൊരു വിശാലമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വൈഡറാണ്. നമ്മ ഒരുപാട് ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ഒരുപാട് ഡെവലപ്മെന്റുകൾ ഇംപ്ലിമെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്. വൈഡറായിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് ആരാ പറയുന്നത്? ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ഗ്രോത്തില് വളർച്ച സംഭവിക്കാതിരിക്കാം. അതേപോലെ ഡെവലപ്മെന്റിലാണെങ്കിൽ പക്ഷെ പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്, വളർച്ചയെ നല്ല രീതിയിൽ വളർച്ചയിൽ മാറ്റമുണ്ടാക്കുന്നതാണ് ഡെവലപ്മെന്റ്. നമ്മള് ഒരു എക്സാമ്പിൾ, മാനസിക വെല്ലുവിളിയുള്ള കുട്ടികള് അവർക്ക് ഇങ്ങനെ ഇരിക്കും, ഗ്രോത്ത് ഉണ്ടാവും പക്ഷെ അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അപ്പം ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബി ബ്രിങ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് എന്ന് പറയുമ്പോ അതിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, ഇല്ലാതിരിക്കാം. പക്ഷെ ഡെവലപ്മെന്റ് ഇസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഡെവലപ്മെന്റ് പോസിബിൾ ആണ്. ഇപ്പൊ ഒരു എന്താ പറയാ, ഈ ക്യാരക്ടർ ആണ് ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ ചെറിയ കുട്ടികൾ ചിലപ്പോൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെക്കാളും പക്വത കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ്, ആ പ്രായത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഗ്രോത്തിനനുസരിച്ചായിരിക്കും അവരുടെ ബിഹേവിയർ വരുന്നത്. ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. വളർച്ചയനുസരിച്ചല്ല ഡെവലപ്മെന്റ് വരുന്നത്. എന്താണ്, ഇതാണ്. ഓക്കെ, വിത്തൗട്ട് ഗ്രോത്ത് ആണ്. അതേപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോ ഭയങ്കര ടഫായിരിക്കും പഠിക്കാനൊക്കെ. ഒരു പാരഗ്രാഫ് ഒക്കെ പഠിക്കാൻ വെച്ചാൽ ഭയങ്കര ടഫായിരിക്കും. ചെറിയ കുട്ടികൾ ചിലപ്പോ വേഗം അത് ഇന്റലക്ച്വൽ ഗ്രോത്ത് ഇട്ടാ ഇന്റലക്ച്വൽ ആയിരിക്കും, അപ്പൊ അത്യാവശ്യം ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അവർ പെട്ടെന്ന് അതൊക്കെ ക്യാച്ച് ചെയ്യും. അപ്പൊ ഗ്രോത്ത് അനുസരിച്ചിട്ടല്ല എന്ത് വരുന്നത്, ഡെവലപ്മെന്റ് വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആരാ പറയണത്? നെക്സ്റ്റ് ആരാ പറയണത്? മാം ഞാൻ പറയാം. ഓക്കെ, എന്നാ പറ. The change generated by growth are preservable and can be measured. ഗ്രോത്തിലെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ചേഞ്ചസ് മാറ്റങ്ങൾ മെഷർ ചെയ്യാൻ പറ്റും. ഡെവലപ്മെന്റ് ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡെവലപ്മെന്റ് ആർ നോട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല ഡെവലപ്മെന്റിൽ. നമുക്ക് ഗ്രോത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ ഡെവലപ്മെന്റിലാവുമ്പോ മാറ്റങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാനായിട്ട് പറ്റൂല. നെക്സ്റ്റ് പോയിന്റ്, ലാസ്റ്റത്തെ പോയിന്റ് ആരാ പറയണേ? സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, ശ്രേത പറഞ്ഞോടാ. ഗ്രോത്ത് ഈസ് സ്ട്രക്ചറൽ. അതായത് ഗ്രോത്ത് ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളാണ്, ബോഡി ബിഹേവിയറിലുള്ള ചേഞ്ചസിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ഈസ് ഫങ്ഷണൽ. അത് നമ്മുടെ പ്രവർത്തനക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നോക്കിയിട്ടാണ് എന്തോരം അത് വെച്ചിട്ടാണ് ഡെവലപ്മെന്റ് നോക്കുന്നത്. എന്തോ ക്ലിയർ ആവാത്ത പോലെ വേറൊരാൾ കൂടി പറയോ? സൗണ്ട് ഞാൻ പറയാം. സൗണ്ടിന്റെ പ്രശ്നമുണ്ടാടാ ശ്വേത, പറഞ്ഞോട്ടാ. ഗ്രോത്ത് സ്ട്രക്ചറൽ. ഗ്രോത്ത് എന്ന് പറയുന്നത് ഘടനാപരമായ മാറ്റമാണ് ഉണ്ടാകുന്നത്. ഡെവലപ്മെന്റ് ഈസ് ഫങ്ഷണൽ. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രവർത്തനക്ഷമമായ മാറ്റമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഏകദേശം നമുക്ക് ക്ലിയർ ആയ ടോപ്പിക് അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാലോ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്നാണ് നോക്കുന്നത്. ഡെവലപ്മെന്റ് ഹെൽപ്പ് ആസ് ടു പ്രൊവൈഡ് ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്ക് ടു ചിൽഡ്രൻസ്.
ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഏജ് അനുസരിച്ചിട്ടുള്ള ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നത്, ചെറുപ്പത്തിലെ കുട്ടികളെ എന്ത് ശീലിപ്പിക്കുക, അവർ കഴിച്ച പാത്രങ്ങൾ എന്ത് ചെയ്യാം, കഴുകി വെക്കാനായിട്ടും അവരുടെ ഡ്രസ് ഇന്നേഴ്സ് ഒക്കെ ഒരു ഏജ് ആയി കഴിയുമ്പോൾ അവരുടെ ഇന്നേഴ്സ് ഒക്കെ അവരുടെ സ്വന്തമായിട്ടൊക്കെ കഴുകാനൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അപ്പൊ ഡെവലപ്മെന്റ് ഹെൽപ്പ് ഹാസ് ടു പ്രൊവൈഡ് ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്ക് ടു ചിൽഡ്രൻസ്. അതേപോലെ വീട്ടിൽ ചെറിയ ജോലികളായാലും അല്ലെങ്കിൽ കടയിൽ പോണ കാര്യങ്ങളായാലും അങ്ങനെ ചെറിയ ചെറിയ ടാസ്കുകൾ കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുറപ്പുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ എന്ത് ചെയ്യണം, അവരുടെ ഏജിനനുസരിച്ചുള്ള ടാസ്കുകൾ കൊടുക്കണം. ആ ഒരു ടാസ്ക് കൊടുക്കുന്നതനുസരിച്ച് അവരുടെ ഡെവലപ്മെന്റ് ഇമ്പ്രൂവ് ആവും, പെട്ടെന്ന് ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസ്. ഞാനീ പറഞ്ഞു കടയിലൊക്കെ പോകാനായിട്ട് കുട്ടികളെ ഏൽപ്പിക്കുന്നു, അവർക്ക് മാത്സ് കണക്ക് കൂട്ടി കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് അവരവിടെ ജനറേറ്റ് ചെയ്തെടുക്കാണ്. അപ്പൊ അവരുടെ ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്യണം. സാധാരണ മാത്സ് പ്രോബ്ലം നമുക്ക് ടെസ്റ്റിൽ കൊടുത്തതിനെ കൂട്ടാനെ കുറയ്ക്കാനൊക്കെ ഭയങ്കര പണിയാണ്. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കടയിൽ പോകുമ്പോ ഒരു 100 രൂപ കൊടുത്തു വിട്ടിട്ട് 75 രൂപ ബാക്കി എത്രയെന്നൊക്കെ കണക്ക് കൂട്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തതായിരിക്കും വരുന്നത്. അപ്പൊ എന്താണ് ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അവന്റെ ലൈഫിൽ അത് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അതൊക്കെ എന്ത് ചെയ്യും, കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് ഹെൽപ്പ് ഹാസ് ടു പ്രൊവൈഡ് ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്ക് ടു ചിൽഡ്രൻസ്. അവരുടെ ഏജ് അനുസരിച്ച് കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ജോലികൾ അല്ലെങ്കിൽ ടാസ്കുകൾ കുട്ടികളെ ഏൽപ്പിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഡെവലപ്മെന്റ് ഹെൽപ്പ് ഹാസ് ടു നോ വാട്ട് ടു എക്സ്പെക്ട് ഓഫ് എ ചൈൽഡ് when to it expected. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്, കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്ത് തരം ഡെവലപ്മെന്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്നും അത് എപ്പോഴാണെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഹെൽപ്സ് ആസ് ടു മേക്ക് ദ ചിൽഡ്രൻസ് റെഡി ഫോർ ദ ചേഞ്ചസ്. അപ്പൊ അവരുടെ ചേഞ്ചസ് അനുസരിച്ച് അവർക്ക് മാറാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും, ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യും. That occurs in the place of their body. അവരുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യും, അവരുടെ ഇൻട്രസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനും അവരുടെ എൻവയോൺമെന്റ്, സോഷ്യൽ ആവട്ടെ ഇമോഷണൽ ആവട്ടെ എന്ത് എൻവയോൺമെന്റ് ആവട്ടെ ആ എൻവയോൺമെന്റിൽ വരുന്ന മാറ്റങ്ങളും അവർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ ഡെവലപ്മെന്റ് അവരെ ഹെൽപ്പ് ചെയ്യും. പേഴ്സണൽ ഡെവലപ്മെന്റ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് അവർക്ക് മാറാനായിട്ട് പറ്റും. Development helps in early identification of റിട്ടേൺ ഡെവലപ്മെന്റ്. എന്തെങ്കിലും റിട്ടേൺ പറഞ്ഞ മന്ദഗതി എന്നർത്ഥം. ഡെവലപ്മെന്റിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടെത്താനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും, ഡെവലപ്മെന്റ് മുൻകൂട്ടി കണ്ടെത്താനായിട്ട് ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യും. ഇതിൽ ഡെവലപ്മെന്റ് ഇപ്പൊ ഒരു കുട്ടി നടക്കുന്ന പ്രായത്തിൽ നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് അവർ മനസ്സിലാക്കാം അവരെന്തോ ഒരു സിംപ്റ്റം ഉണ്ട് അല്ലെങ്കിൽ അവരെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഈ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ സംസാരിക്കണില്ല, സാധാരണ രീതിയിൽ 2 വയസ്സിൽ കഴിയുമ്പോഴേക്കും കുട്ടികൾ എന്താണ് നന്നായിട്ട് സംസാരിച്ചു കൊടുക്കണം. സംസാരിക്കണമെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതേപോലെ സംസാരിക്കാത്ത കുട്ടികൾ ചിലപ്പോൾ സംസാരത്തിനായിരിക്കില്ല പ്രശ്നം, കേൾവി ശക്തിയുടെ പ്രശ്നം കൊണ്ടായിരിക്കും അവർ സംസാരിക്കുന്നത്. എന്താണ് ആ പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഡെവലപ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. Development is a continuous and it involves changes. Continuous ആണ്. Development must be throughout the life. നമ്മുടെ ലൈഫ് ത്രൂഔട്ട് എന്താണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിന് ചേഞ്ചസിനനുസരിച്ച് നമ്മൾ എന്തുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡെവലപ്മെന്റ് ഈസ് എ സക്സസീവ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സക്സസീവ് പ്രോസസ് ആണ്. Early development is more vital than later development. Early childhood വന്നാൽ ഡെവലപ്മെന്റ് എന്താ പറയാ, ആദ്യകാലങ്ങളിലുള്ള ഡെവലപ്മെന്റ് ആണ് കുറച്ചും കൂടി വൈറ്റൽ ആയിട്ടുള്ള കാര്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വന്ന ഡെവലപ്മെന്റിനേക്കാളും ചെറുപ്പത്തിൽ എന്താണ് അവർ ശീലിച്ചിരിക്കുന്നത്, ചെറുപ്പത്തിൽ വന്നിരിക്കുന്ന ഡെവലപ്മെന്റ് ആയിരിക്കും അവർ ത്രൂ ഔട്ട് അവരുടെ ലൈഫിൽ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മെച്യൂരിറ്റേഷൻ ആൻഡ് ലേണിംഗ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ആണ്, ഇതിന്റെ പക്വതയുടെയും അറിവിന്റെയും, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അവർക്ക് നല്ല പക്വതയുണ്ട്. ഇത് രണ്ടിന്റെയും കൂടി ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. There are individual difference in development. നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും ഓരോരുത്തരുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. There are individual difference in development. The child develop as unified whole. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ട് അല്ലെങ്കിൽ മൊത്തമായ ഒരു ഏകീകൃത ഡെവലപ്മെന്റ് ആയിരിക്കും ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ടുള്ളത്. ആ കുട്ടിക്ക് വേണ്ട മാറ്റം, ആ കുട്ടിയുടെ ക്യാരക്ടറിൽ വേണ്ട മാറ്റം, ആ ഒരു വ്യക്തിനെ സംബന്ധിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്നും കൂടി പറയാം. ഫസ്റ്റ് പറയുന്നതാണ് കുട്ടികൾക്ക് അവരുടെ ഏജ് അനുസരിച്ചിട്ടുള്ള ടാസ്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ആ കുട്ടിയിൽ എന്താണ് എക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഏത് സമയത്താണ് ആ കാര്യങ്ങൾ എക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡെവലപ്മെന്റ് വഴി അറിയാൻ പറ്റും. ഡെവലപ്മെന്റ് കുട്ടികളാണ് അവരുടെ മാറ്റത്തിനനുസരിച്ച് എന്ത് ചെയ്യാനായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യും. അവർ ഇപ്പൊ ഏതൊക്കെ നമ്മുടെ ബോഡിയിൽ വേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിൽ വേണ്ട മാറ്റങ്ങൾ, ബിഹേവിയറിൽ വേണ്ട മാറ്റങ്ങൾ, എൻവയോൺമെന്റിൽ വേണ്ട മാറ്റങ്ങൾ, ഇതൊക്കെ അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യും. നോക്കാട്ടോ. ഇനി ഡെവലപ്മെന്റ് ഹെൽപ്സ് ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് എന്തെങ്കിലും നമ്മുടെ ഡെവലപ്മെന്റ് എന്തെങ്കിലും മന്ദഗതി ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നേരത്തെ കൂടി അറിയാനും അതിന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാനും ഹെൽപ്പ് ചെയ്യും ഡെവലപ്മെന്റ് ഹെൽപ്സ്. ഡെവലപ്മെന്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഡെവലപ്മെന്റ് ഒരു സക്സസീവ് പ്രോസസ് ആണ്. ഏർലി ഡെവലപ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ലേറ്റർ ഡെവലപ്മെന്റിനേക്കാളും കൂടുതൽ ഏർലി എന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിലുള്ള ഡെവലപ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ വൈറ്റ് എന്ന് പറയുന്നത്. Development is the product of maturity. നമ്മുടെ മെച്യൂരിറ്റി പക്വതയുടെയും പഠനത്തിന്റെയും ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. There are individual difference in development. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഓരോ കുട്ടിയെ സംബന്ധിച്ച് ഡിഫറെന്റ് ആയിരിക്കും ഇതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകീകൃതമായിരിക്കും. ആ ഒരു കുട്ടിയുടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ആ കുട്ടിയുടെ മാത്രം ക്യാരക്ടറിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും എന്താ കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സൗണ്ട് ഒക്കെ കുറച്ച് കുറവായിരിക്കും. ക്ലിയർ ആയ എല്ലാവർക്കും ഈ പറഞ്ഞ പോയിന്റ് ഒക്കെ ഓക്കെ ആണോ? ഓക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ, പറഞ്ഞോടാ. അതെ, ഇതെങ്ങനെ നേരത്തെ നമുക്ക് ഡെവലപ്മെന്റ് മനസ്സിലാക്കാൻ കഴിയണേ? എന്താണ് ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് അങ്ങനെ പറഞ്ഞില്ലേ, അപ്പൊ അതെങ്ങനെ നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിയണേ? ഒരു ഡെവലപ്മെന്റ് നേരത്തെ മനസ്സിലാക്കാൻ കഴിയുമോ? ഡെവലപ്മെന്റ് ഹെൽപ്സ് നേരത്തെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇതാണ് നേരത്തെ ഡെവലപ്മെന്റ് അല്ല മന്ദഗതികളിലുള്ള ഡെവലപ്മെന്റ് എന്ന് വെച്ചാല് എന്തെങ്കിലും ഈ ഒരു ഏജിൽ ഇന്നൊരു ഡെവലപ്മെന്റ് എത്തണം അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇന്ന ഏജുകളിൽ ഇന്ന ഡെവലപ്മെന്റ് ആയിരിക്കും. നമ്മൾ ഡെവലപ്മെന്റ് പറഞ്ഞ ലാംഗ്വേജ് ഡെവലപ്മെന്റ് കാര്യം പറഞ്ഞു. അപ്പൊ ഈ ഒരു 2.5 വയസ്സുള്ള ആ കുട്ടി വർത്താനം പറയണ്ടേ അല്ലെങ്കിൽ ഒരു 14 മാസം 11 to 14 മാസത്തിനുള്ളിൽ കുട്ടികൾ എന്ത് ചെയ്യണം, നടന്നു തുടങ്ങണം. 15 to 18 മാസത്തിനുള്ളിൽ കുട്ടികൾ എന്ത് ചെയ്ത് തുടങ്ങണം, ഓടി തുടങ്ങണം. ഈ ഒരു കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റ്, ഈ ഒരു ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് നേരത്തെ കുട്ടി അറിയാൻ പറ്റും. ഇങ്ങനെ മന്ദഗതിയിലാണോ ആ കുട്ടി നടക്കണില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തെങ്കിലും സിംറ്റം ആയിരിക്കും, എന്തെങ്കിലും എന്താ പറയുക ഡൗൺ സിംറ്റം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. നമുക്ക് നേരത്തെ കൂട്ടി ടൈം എന്ന് വെച്ചാല് മന്ദഗതിയിലുള്ള ഡെവലപ്മെന്റ് നമുക്ക് നേരത്തെ കൂട്ടി അറിയാനായിട്ട് പറ്റും. എന്തെങ്കിലും ഡെവലപ്മെന്റിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് നേരത്തെ അറിയാൻ പറ്റും. മനസ്സിലായടാ? ഇനി ഓരോ പോയിന്റ് ഓരോരുത്തർ എക്സ്പ്ലെയിൻ ചെയ്യോ? ഓരോ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറയാം. ഓക്കെ ദീപ, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു കേട്ടോ. ഇംഗ്ലീഷിൽ വായിക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ മാം. ഡെവലപ്മെന്റ് ഹെൽപ്പ് us to provide age appropriate tasks to children. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ഏജ് അനുസരിച്ച് നമ്മൾ ചെറിയ ടാസ്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ജോലികൾ അവൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് വെക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ മാത്രം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത്രേ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആരാ പറയണേ? ഞാൻ പറയാം. അസുഖം പറഞ്ഞോടാ. Development help us to know what to expect of a child and when to expect it. ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ചെറിയ രീതിയിലുള്ള ടാസ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ കുട്ടിയുടെ വളർച്ചയിൽ എന്ത് രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ്, എങ്ങനെയാണ് ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. Development help us to make children ready for the changes that occur in place of their body, interest, behavior, and their environment.
അത് ഡെവലപ്മെന്റ് കുട്ടികളെ അവരുടെ ചുറ്റുപാടുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സഹായിക്കുന്നതാണ് പറയുന്നത്. അവരുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ്, അവരുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ ഒക്കെ മാറി മാറി വരും. ഓരോരോ സ്റ്റേജസിലും അവരുടെ സ്വഭാവം പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ വരും. അവരുടെ ചുറ്റുപാടുകളുമായിട്ടും അവർക്ക് വരുന്ന ചേഞ്ചസിനോടും അവരുടെ ചുറ്റുപാട് നടക്കുന്ന ചേഞ്ചസിനോടും ഒക്കെ അവരുടെ പ്ലേസ് എല്ലാത്തിനോടും അവർ പൊരുത്തപ്പെടാൻ തുടങ്ങും. അതിന് ഡെവലപ്മെന്റ് അവരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ആരാ പറയണത്? ഞാൻ പറയാം മാം. ഓക്കെ, പറഞ്ഞോളാം. ഡെവലപ്മെന്റ് ഹെൽപ്സ് ടു ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് എനി റിട്ടാർഡഡ് ഡെവലപ്മെന്റ്. അതായത് ഏർലി സ്റ്റേജിൽ തന്നെ അവരുടെ ഡെവലപ്മെന്റ് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഏർലി സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിൽ തുടർച്ചയായിട്ട് ചേഞ്ചസും വരുന്നു. ഓക്കെ, അടുത്ത പോയിന്റ്. ഡെവലപ്മെന്റ് സക്സസീവ് ആണ്. ഡെവലപ്മെന്റ് ഈസ് സക്സസീവ്. അത് നമുക്ക് സക്സസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അതിന്റെ സക്സസ് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അത് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നു. ഓക്കെ, അടുത്ത പോയിന്റ്. ഈ പറഞ്ഞവര് തന്നെയല്ലേ പറയണത്? വേറെ ആൾക്കാരില്ലേ ഇവിടെ ക്ലാസ്സിൽ? മറ്റുള്ളവരൊക്കെ ഒന്നും മിണ്ടാതിരിക്കണേ. ഞാൻ പറയാം. ഓക്കെ, അക്ഷര പറ. ഏർലി ഡെവലപ്മെന്റ് ഇസ് മോർ വൈറ്റൽ ദാൻ ലേറ്റർ ഡെവലപ്മെന്റ്. അതായത് ആദ്യകാലങ്ങളിൽ കുട്ടികൾ ജനിച്ച് കുറച്ച് ആദ്യത്തെ കാലങ്ങളിലുള്ള ഡെവലപ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് ആ ഒരു സമയത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ് പിന്നീടുള്ള ജീവിതാവസാനം വരെ ഇങ്ങനെ ഉള്ളത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഡെവലപ്മെന്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. നമ്മുടെ പക്വതയുടെയും അറിവിന്റെയും ഒരു പ്രൊഡക്റ്റ്, ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഞാൻ പറയാം മിസ്. There are individual differences in development. അതായത് ഡെവലപ്മെന്റിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട്. ഓരോ വ്യക്തിനനുസരിച്ച് ഡെവലപ്മെന്റ് എന്ത് ചെയ്തോണ്ടിരിക്കും, മാറി. നെക്സ്റ്റ് പോയിന്റ്. ടീച്ചർ ഞാൻ പറയാം. The child development as a unified whole. കുട്ടികളിൽ വരുന്ന മാറ്റം അവരുടെ സ്വഭാവത്തിലെ ക്യാരക്ടറിൽ വരുന്ന ഒരു ചേഞ്ചസിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. കുട്ടികളുടെ ക്യാരക്ടറിൽ വരുന്ന ഒരു മാറ്റം, ചേഞ്ചസ്. എല്ലാവർക്കും ഏകദേശം മനസ്സിലായോ? നമ്മളിപ്പോ എടുത്തത് ഈ ചാപ്റ്ററിൽ എടുത്തത് ഫസ്റ്റ് എടുത്തത് എന്താണ്? ഗ്രോത്ത്. അത് കഴിഞ്ഞ് ഡെവലപ്മെന്റ് എടുത്തു. ഗ്രോത്ത് ഡെവലപ്മെന്റും എല്ലാവരും ഇന്റർചേഞ്ച് യൂസ് ചെയ്യാറുണ്ട്. സെയിം ആണെന്നാണ് എല്ലാവരും ധാരണ. നമ്മുടെയും അതേക്കും ഗ്രോത്ത് ഡെവലപ്മെന്റ് സെയിം ആണെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ അല്ലാതെ മനസ്സിലായില്ല, അത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് നമ്മൾ പഠിച്ചു. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നാല് പോയിന്റ്സ്, 4 ടോപ്പിക് പഠിച്ചില്ല എല്ലാവർക്കും. ക്ലിയർ ആണല്ല? മനസ്സിലാവാത്തൊന്നും ഇല്ലല്ല? ഡൗട്ട് ഒന്നും ഇല്ലല്ല? ഓക്കെ, ഇനി അടുത്ത പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്? അപ്പൊ ആദ്യത്തേതാണ് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? നമ്മുടെ മൊത്തം ഡെവലപ്മെന്റിന്റെ ഫാക്ടേഴ്സ്, ഗ്രോത്ത് ഡെവലപ്മെന്റ് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെറിഡിറ്ററി ഓർ ജനറ്റിക് ഫാക്ടർ. എന്നാണ് ഹെറിഡിറ്ററി ഓർ ജനറ്റിക് ഫാക്ടർ? പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളാണ്. എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ചുറ്റുപാട് പറയും, പരിസ്ഥിതിയായിട്ട് റിലേറ്റഡ് ചുറ്റുപാടായിട്ടുള്ള ഫാക്ടർ, എൻവിയോൺമെന്റൽ ഫാക്ടർ. ആദ്യത്തെ എന്താണ്? ഹെറിഡിറ്ററി ഓർ ജനറ്റിക് ഫാക്ടർ. രണ്ടാമത് എൻവിയോൺമെന്റൽ ഫാക്ടർ. ഈ ഹെറിഡിറ്ററി ഓർ ജനറ്റിക് ഫാക്ടറിലാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നത്. കുട്ടിയുടെ കളറ്, സ്കിന്ന്, ഐസ്, ഹെയർ, അങ്ങനെ ഷേപ്പ് ഓഫ് ദ നോസ് അല്ലെങ്കിൽ ഇയേഴ്സ്, അങ്ങനെ ഇതൊക്കെ എല്ലാം വരുന്ന ഫിസിക്കൽ ഫീച്ചേഴ്സിൽ വരും.
ഇനി രണ്ടാമത്തെ ഫാക്ടർ ഹെറിഡിറ്ററിയിൽ വന്ന രണ്ടാമത്തെ പോലെയാണ് സെക്സ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള ഫാക്ടർ. മൂന്നാമത്തേതാണ് ഹെറിഡിറ്ററി ഡിസീസ്. പാരമ്പര്യമായിട്ട് നമുക്ക് ചില അസുഖങ്ങൾ കൈമാറി കിട്ടാറുണ്ട്. അങ്ങനത്തെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ പാരമ്പര്യമായിട്ട് എന്താ പറയാ, നമുക്ക് പാരമ്പര്യമായ കുറെ അസുഖങ്ങളെ കുറിച്ച് അറിഞ്ഞൂടെ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി കിട്ടുന്ന അസുഖങ്ങൾ? രണ്ടൊന്ന് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു. ഷുഗർ, പ്രഷർ, ആസ്മ കിട്ടും, ഷുഗർ കിട്ടും, തൈറോയിഡ് കിട്ടും പാരമ്പര്യമായിട്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ശ്വാസം മുട്ടൽ പോലുള്ള അസുഖങ്ങളും വരും. വെരിക്കോസ് വെരിക്കോസ് പാരമ്പര്യമായിട്ട് കിട്ടും. പാരമ്പര്യമായിട്ട് കിട്ടും. എനിക്കുണ്ട്, അമ്മയ്ക്കുണ്ട്, എനിക്കും ഉണ്ട്. പാരമ്പര്യ അസുഖങ്ങളാണ് എന്നുവെച്ചാല് നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് കൈമാറി കിട്ടുന്ന അസുഖങ്ങളാണ് നമ്മൾ എന്താ പറയുക ഹെറിഡിറ്ററി ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, വേറെ ക്യാൻസർ പാരമ്പര്യമാണോ? അത് മേ ബി വരാം മാം. ഷുഗർ വരൂ? ഷുഗർ ഓക്കെയാണ്, ഷുഗർ ഞാൻ കേട്ടിട്ടുണ്ട് പാരമ്പര്യമായിട്ട്. ടൈപ്പ് 1 ഡയബറ്റിക്സ് എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന ഷുഗറാണ്. ടീച്ചർ, ക്യാൻസർ എന്ന് പറയുന്ന അസുഖവും പാരമ്പര്യമായിട്ട് ചിലർക്ക് കിട്ടാറുണ്ട്. ഹാർട്ട് ഡിസീസസ് അങ്ങനെയുള്ളതൊക്കെ നമുക്കത് പാരമ്പര്യമായിട്ട് വരാം. നമുക്ക് പാരന്റ്സിന് ഉണ്ടെങ്കിൽ അത് നമുക്ക് കുട്ടികൾക്ക് വരാം. ഇവിടെ നമ്മുടെ ഇവിടെ തന്നെ അടുത്തൊരു ചേട്ടൻ, അവരുടെ ഫാമിലിയുള്ള എല്ലാവരും തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചിരിക്കുന്നത്. അവരെല്ലാവരും ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറ്റാക്ക് വന്നിട്ടാണ് മരിക്കണേ. അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത് തന്നെയാണത്. അലർജീസ് പാരന്റ്സ് പൊടിയുടെ ഒക്കെ അലർജി ഉണ്ടെങ്കിൽ അതൊക്കെ അലർജി പാരമ്പര്യമായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഫാക്ടേഴ്സില് ഹെറിഡിറ്ററി ഫാക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ജനറ്റിക് ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ വന്നത് ഓരോരുത്തരനുസരിച്ച് ഇപ്പൊ ചിലപ്പോ ആ വീട്ടിലെ എന്താ പറയാ പെൺകുട്ടികൾക്കായിരിക്കും ഈ അസുഖം പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വെച്ചാല് തൈറോയിഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാ ഗേൾസിനും വെച്ചാല് ഇപ്പൊ എന്റെ ആന്റിക്ക് ഉണ്ട്, അച്ഛന്റെ പെങ്ങന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. അതേപോലെ പെൺപിള്ളേരുണ്ടല്ലോ ഫാമിലിയിൽ വന്നിരിക്കുന്ന പെൺപിള്ളേർക്ക് എല്ലാവർക്കും എന്തുണ്ട് തൈറോയിഡ് എന്ന് പറയുന്ന അസുഖം ജനിച്ചിരിക്കും. നമ്മുടെ ആ ഫാമിലിയിൽ ജനിച്ച കുട്ടികൾക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അസുഖങ്ങൾ കൈമാറി കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി എൻവയോൺമെന്റൽ ഫാക്ടർ ആണ് പ്രീ നാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ. പ്രീ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവത്തിന് മുൻപുള്ള കാര്യങ്ങൾ ഫാക്ടേഴ്സ്. പോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രസവത്തിന് ശേഷം വന്ന, പ്രസവാനന്തരം, പ്രസവത്തിന് മുൻപും പ്രസവത്തിന് ശേഷവും അങ്ങനത്തെ കാര്യങ്ങൾ. ഒരു കുട്ടീനെ അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു കുട്ടി പ്രസവത്തിന് മുമ്പ് അമ്മയുടെ വയറ്റിലായിരിക്കുന്ന ആ സമയം ആണ് പ്രസവത്തിന് മുൻപുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പ്രസവാനന്തരം എന്ന് പറഞ്ഞാല് ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം അവര് അനുഭവിക്കുന്ന ആ ഒരു എൻവയോൺമെന്റിനാണ് പ്രസവാനന്തരം ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വരുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അഫക്ട് ചെയ്യുന്നത്. The main factors that affect growth and development are hereditary and environment. എന്തൊക്കെയാണ് രണ്ട് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്? ഹെറിഡിറ്ററി പാരമ്പര്യമായിട്ടുള്ളതും നമ്മുടെ എൻവയോൺമെന്റിലായിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മളെ എന്ത് ചെയ്യുന്നത്, എഫക്ട് ചെയ്യുന്നത്. ഹെറിഡിറ്ററി ആൻഡ് ജനറ്റിക് ഫാക്ടറിലാണ് ഫസ്റ്റ് വരുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സ്. കളറ് നമുക്ക് പാരമ്പര്യമായിട്ട് എന്ത് കിട്ടാറുണ്ട്, കളറ് കിട്ടാറുണ്ട്. സ്കിന്നിന്റെ കളർ പാരമ്പര്യമായിട്ട് മാറി കിട്ടാറുണ്ട്. ചില ഇപ്പൊ അമ്മ ആരെങ്കിലും പൂച്ചക്കണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ മക്കൾക്ക് അതേ കളർ അതേ കണ്ണ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഹെയറിന്റെ കാര്യത്തിൽ നേരത്തെ ഹെയർ നിരക്കുന്ന ഫാമിലിയാന്ന് വിചാരിക്കും. ഇപ്പൊ എന്റെ അച്ഛന്റെ ഹെയർ എന്ന് വെച്ചാൽ ചെറുപ്പത്തില് അച്ഛനൊന്ന് 18 വയസ്സായപ്പോൾ അച്ഛൻ പറയും അച്ഛന്റെ മുടി നരച്ചു എന്ന് പറയും. ഞാൻ അച്ഛനെ കളയാക്കും വെറുതെ, അച്ഛന്റെ മുടി നരച്ചല്ലേ. ഇപ്പൊ എന്റെ മുടി എന്ന് വെച്ചാൽ അധികം ഇല്ല, എന്നാലും 1-2 പേരെയൊക്കെ ചെറുപ്പത്തിൽ 18 വയസ്സൊക്കെ ആയപ്പോൾ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൈമാറിയിട്ടുണ്ട്. പിന്നെ ഷേപ്പ് ഓഫ് ദ നോസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. എന്റെ മൂക്ക് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതെന്റെ അച്ഛന്റെ മൂക്കാണ്, പാരമ്പര്യമായിട്ട് കെട്ടിരിക്കണേണ്. ആദ്യമൊക്കെ എല്ലാവരും കളിയാക്കുമായിരുന്നു അത് തവള മൂക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും ഇത് എടുത്തില്ല, കാരണം ഞാൻ എങ്ങനെയാണോ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കൊച്ചെന്റെ ഐഡന്റിറ്റിയാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടിയൊരു കാര്യമാണ് എന്ത് എന്റെ മൂക്ക് നിറം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഈ പാർട്സിന്റെ നോസിന്റെ ഷേപ്പോ അതൊക്കെ നമുക്ക് പാരമ്പര്യമായിട്ടാണ് കിട്ടുന്നത്. ഇയേഴ്സ് ലൈക്ക് ചെവികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ചിലവരുടെ ചെവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ടൈപ്പ് ചെവി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അത് പാരമ്പര്യമായിട്ടാണ് പാരന്റ്സിന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെയോ കൈമാറി കിട്ടണതാണ്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് വേറെ എന്തൊക്കെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്നത്. കൈയിന്റെ വലിപ്പം, കണ്ണ് ഞാൻ പറഞ്ഞ പോലെ അല്ലേ പൂച്ചക്കണ്ണ് അല്ലെ, പിന്നെ വലിയ കണ്ണ് കുഞ്ഞിക്കണ്ണെന്നൊക്കെ പറഞ്ഞു നോക്കും. ആണോ? ഹൈറ്റ് പാരമ്പര്യമായിട്ട് കിട്ടും. ടീച്ചർ ബോഡി ഷേപ്പും അതുമാതിരിയാണ്. ശരീരത്തിന്റെ ഘടന അച്ഛനെ പോലെ മക്കളുടെയും ശരീരം ഏകദേശം ഒരുപോലെയൊക്കെ വരാറുണ്ട്. ഹൈറ്റ് വരാനൊക്കെ പറഞ്ഞിട്ട് എന്താണ് മുടിയൊക്കെ ഒരുപോലെ പാരമ്പര്യമായിട്ട് കിട്ടില്ലേ? ഉള്ളുള്ള മുടി അല്ലെങ്കിൽ ചുരുള മുടി അങ്ങനെയൊക്കെ പറയണത് കിട്ടും. ഇപ്പൊ അമ്മമാർക്ക് കഴിവുകളൊക്കെ കിട്ടത്തില്ല. അതായത് പാട്ട് പാടാൻ, വരയ്ക്കാൻ, അങ്ങനെയുള്ള ചില കഴിവുകളൊക്കെ കിട്ടത്തില്ലേ? പാരന്റ്സ് അറിയുന്നുണ്ടായിട്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ കഴിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട് പാരമ്പര്യമായിട്ട് കൈമാറിയിട്ടുണ്ട്. നമ്മുടെ ചില നടക്കുന്നത് പിള്ളേര് അതുപോലെ ഉണ്ടാവും. ചിലർക്ക് നടക്കുമ്പോ ഇങ്ങനെ ഒരുമാതിരി ചാടി ചാടി നടക്കണമെന്നുണ്ടാവും. അങ്ങനെയുള്ളത് ചിലപ്പോ കുഞ്ഞുങ്ങൾക്കും അത് കിട്ടാറുണ്ട്. അത് ശരിയാണ്. എൻ്റെ അച്ഛൻ എൻ്റെ ചെറുതിലെ മരിച്ചതാണ്. പക്ഷെ എൻ്റെ മൂത്ത മോന് അച്ഛൻ്റെ ഒരു ശരീരപ്രകൃതിയാണ്. അച്ഛൻ നല്ല മെലിഞ്ഞിട്ടുള്ള ഒരു ശരീരപ്രകൃതിയാണ്. എൻ്റെ മൂത്ത മോനും അതേപോലെയാണ് ശരീരപ്രകൃതി. അതേപോലെ അച്ഛൻ്റെ കുറെ മാനറിസങ്ങൾ അവൻ ഫോട്ടോയിൽ മാത്രമേ അച്ഛനെ കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് അറിയുപോലും ഇല്ല. പക്ഷെ ആ ഒരു മാനറിസം അച്ഛൻ നടത്താം, ചില സമയത്ത് നടത്താം, ഈ ചെയറിലൊക്കെ ഇരിക്കുക, അച്ഛന് ഒരു തരം സ്റ്റൈലിലാണ് അച്ഛൻ ഇരിക്കുക ചെയറിൽ, അത് അങ്ങനെ ഇവന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ കുറെ കാര്യങ്ങളിൽ സ്വഭാവത്തിലാണെങ്കിലും ഒക്കെ അച്ഛന്റെ കുറച്ച് സ്വഭാവം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ബർത്ത് മാർക്ക് പാരമ്പര്യമായിട്ട് കിട്ടുമോ? മാം മറുകുകളാണോ? ബർത്ത് മാർക്ക് മറുകുകള്. മറുക എന്റെ മൂക്കിലൊരു മറുകുണ്ട്, അതെന്റെ മകനുണ്ട്. ഒരാള് വരാം. മാം എന്റെ ലെഫ്റ്റ് ചിന്നിൽ ഒരു മറുകുണ്ട്, ബ്ലാക്ക് ഡോട്ട് ഉണ്ട്. അത് എന്റെ മകനെ കിട്ടിയിട്ടുണ്ട്, സെയിം പ്ലേസിൽ തന്നെ. ആണോ? മാർക്കുകൾ പാരമ്പര്യമായിട്ട് കിട്ടും അല്ലെ? ബ്ലാക്ക് മോൾ. ഓക്കെ. സൗണ്ട് കിട്ടോ? വിരലില്ലേ, കയ്യിലെ വിരല് ചിലവർക്ക് കൈവിരലുകൾ 6 വിരലുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോ അവരുടെ മക്കൾക്കും സെയിം അതുപോലെയൊക്കെ ഉണ്ടാവും. എന്റെ മകനുണ്ട് ടീച്ചർ, 6 പേരിലുണ്ട്. പാരമ്പര്യ ഫാമിലിയിൽ ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും ഇല്ല. എന്റെ അമ്മയുടെ ഫാമിലിയിൽ കുറച്ച് അകന്നിട്ടാണ് ഒരാൾക്കുണ്ട്. തള്ളവിരലിന്റെ മുകളിൽ തമ്പ് നെയിലിന്റെ മുകളിലാണ്, അതേപോലെ തന്നെ ചെറിയൊരു വിരല്, നെഗവും എല്ലാം ഉണ്ട് അതിന്റെ മുകളിൽ. അപ്പൊ ചിലപ്പോ പാരമ്പര്യമായിരിക്കും. ഈ പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന ആ ഒരു ഇതായിരിക്കുള്ളൂ. പിന്നെ മറുക് ശരിയായിട്ട് മറുക് പറഞ്ഞില്ലേ, അതെന്റെ ഹസ്ബൻഡിന്റെ വയറിന്റെ സൈഡിലായിട്ടൊരു മറുകുണ്ട്, അതെന്റെ മോക്കും അങ്ങനെ തന്നെയുണ്ട്. പിന്നെ ടീത്ത് എങ്ങനെയാണ്? പലകപ്പല്ല് അങ്ങനെയൊക്കെ പറയില്ലേ, ഒരേപോലെ പല്ലുകള്. അങ്ങനെ ഉണ്ട് മാം, പല്ല് പൊങ്ങിയിട്ടൊക്കെ വരും. നിൽക്കണ പല്ല് അതേപോലെ പാരമ്പര്യമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഉപ്പാടുപ്പാക്കുണ്ട്, മോളുപ്പാക്കുണ്ട്, മോൾക്കുണ്ട്. സ്കിന്നിലെ ഹെയർ ഒക്കെ ഒരേപോലെ ഉണ്ണിക്കായാലും അങ്ങനെ മീശയൊക്കെ ഉണ്ടെങ്കിൽ താടി ഭയങ്കര ഹെയർ ഗ്രോത്ത് ഉള്ള ആണെങ്കിൽ പാരന്റ് ആണെങ്കിൽ മക്കൾക്ക് അത് വന്ന് കണ്ടിട്ട് ഞാൻ കണ്ടത്. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് മീശയുണ്ട്, അതാണ് മോക്കും ഉണ്ട്, എന്റെ മോക്കും ഉണ്ട് ഇപ്പൊ മീശ. പാരമ്പര്യമായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പാരമ്പര്യമായിട്ടൊരു കുട്ടിക്ക് എന്ത് ചെയ്തുകൊണ്ട് കൈമാറി കിട്ടുന്നുണ്ട്. അപ്പം
നമ്മൾ പറഞ്ഞ സ്കിന്നിന്റെ കളറുകൾ പറയാറുണ്ട്, പാരമ്പര്യമായിട്ട് കളർ കൈമാറി കിട്ടാറില്ലേ. പിന്നെന്താ പറഞ്ഞത്, ഐസ്, ഹെയർ, ഷേപ്പ് ഓഫ് ദ നോസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്, പ്രസവാനന്തരം പ്രസവത്തിന് മുമ്പുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ആ പാരഗ്രാഫ് ആണ് വായിക്കുന്നത്. മോണ്ടിസോറി ഈസ് ദ ലൈൻ വിത്ത് മോഡേൺ സൈക്കോളജിസ്റ്റ് ഹൂസ് അക്നോളജ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ബോത്ത് നാച്ചുറൽ ആൻഡ് ന്യൂട്രൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ പ്രകൃതിയായിട്ടുള്ളതും പോഷകപരമായിട്ടുള്ള കാര്യങ്ങളും എന്ത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഡെവലപ്മെന്റ്. She write about the inherited characteristics and predetermined pattern of behavior, but she also approve of very strong influence of environmental condition. അപ്പൊ ഇൻഹെറിറ്റന്റ് ആയിട്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ക്യാരക്ടർ എന്താണ് ആ കുട്ടികളിൽ ഉണ്ടാവും. അത് കൂടാണ്ട് അവരുടെ ചുറ്റുപാടുള്ള ആ കണ്ടീഷൻ, എൻവയോൺമെന്റൽ കണ്ടീഷൻ അവളെ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി, ആ കുട്ടി എങ്ങനെയാണ് പ്രീനെറ്റൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അമ്മയുടെ വയറ്റിലിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീനെറ്റൽ പറയുന്നത്. ഇനി ആ കുട്ടിയുടെ അമ്മയുടെ മെന്റൽ ഹെൽത്ത്, പ്രഗ്നന്റ് ആയിരിക്കുന്ന നമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മ കരയാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അമ്മ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരെ ബാധിക്കും, നമ്മുടെ വയറ്റിലുള്ള കുട്ടീനെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അമ്മ വിഷമിച്ചിരിക്കാൻ പാടില്ല, എപ്പോഴും അമ്മ സന്തോഷമായിട്ടിരിക്കണം. അതുകൊണ്ട് നമ്മള് അമ്മമാരൊക്കെ കാണാനൊക്കെ പോവുകയും വിശേഷമൊക്കെ ആയിട്ട് അമ്മമാരെ കാണുമ്പോൾ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് മാക്സിമം എന്ത് ചെയ്യാനായിട്ട് സന്തോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് ഹാപ്പി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ചടങ്ങുകൾ, ഈ മുമ്പ് വളകാപ്പ്, അതേപോലെ എന്താണ് ആ ചടങ്ങുകളൊക്കെ ഇതിനെ നടത്തുന്നത് ഈ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അതൊരു ചടങ്ങിന് പാരമ്പര്യമായിട്ട് ചെയ്യണമെങ്കിൽ പോലും അതിന്റെയൊക്കെ ഏകദേശം ഉദ്ദേശം എന്താണ്, മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. അന്നേരം മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. അത് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബേബീസിനെ കിട്ടുള്ളൂ. നെക്സ്റ്റ് ആണ് പറയുന്നത് മദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്. ഫിസിക്കലായിട്ടും മെന്റൽ, ചില സമയത്ത് അമ്മമാരെങ്ങനെയാണ് ചില പ്രഗ്നൻസിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ചില പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോ ചിലപ്പോ അമ്മമാരോട് ബെഡ് റെസ്റ്റ്, ഫുൾ ബെഡ് റെസ്റ്റ് വേണം അങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മമാർക്ക് ഫിസിക്കൽ ആയിട്ടുള്ള മെന്റൽ സ്റ്റേറ്റിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഡിപ്രഷനിലേക്കൊക്കെ വരാം. ഇത് എന്റെ അനുഭവത്തിൽ ഞാൻ പറയണേണ്ട അതിനകത്ത്. എന്റെ രണ്ടാമത്തെ കുട്ടി മോനാണ്. അവൻ എന്താ പറയാ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് 5th month ആയപ്പോ എനിക്ക് പ്ലാസന്റ പ്രീവ എന്ന് പറയുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാല് നമ്മുടെ പ്ലാസന്റ് ഉണ്ടല്ല, കുട്ടികൾക്ക് പോഷകം കൊടുക്കുന്ന ഒരു കുട്ടി ജനിക്കുന്നതിനേക്കാളും മുമ്പ് നമ്മുടെ ബോഡിയിൽ അത് ഡെവലപ്പ് ചെയ്തിട്ട് കുട്ടിക്ക് ആവശ്യമുള്ള പോഷണമൊക്കെ അല്ലെങ്കിൽ ന്യൂട്രീഷൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് കൊടുക്കുന്നത് പ്ലാസന്റ എന്ന് പറയുന്ന ആ ഒരു പാർട്ട് വഴിയാണ്. ഈ പ്ലാസന്റ എന്ന് പറയുന്നത് എന്റെ ഏറ്റവും ഡൗൺസ് ആയിട്ട് ഏറ്റവും താഴെയായിട്ട് വന്ന് നടന്നത് വെച്ചാൽ ഫസ്റ്റ് എന്റെ സിസേറിയൻ ആയിരുന്നു. അപ്പൊ ആ സിസേറിയൻ നടന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ഇത് വന്ന് ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പൊ അത് മുകളിലോട്ട് കയറി പോയാൽ മാത്രമേ നമുക്ക് എന്ത് പോസിബിൾ ആവുള്ളൂ. സാധാരണ രീതിയിലാണെങ്കിൽ പോലും കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത എന്ത് സിസേഷൻ ആണെങ്കിൽ പോലും പോസിബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടി ചെയ്യുന്ന വെച്ചാല് എന്താണ് അനങ്ങാതെ ബെഡ് റെസ്റ്റ് ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ 5ാം മാസം വരെ എനിക്ക് ഫസ്റ്റ് 2nd സെക്കൻഡ് ഡെലിവറി പറയുന്നത്, സെക്കൻഡ് പ്രഗ്നൻസി പറഞ്ഞത് പെട്ടെന്നായിരുന്നു. കുട്ടിക്ക് എന്തോ 2 വയസ്സായിട്ടില്ല, 1.25 വയസ്സായിട്ട് ഞാൻ അറിഞ്ഞില്ല. ആ സമയത്തൊക്കെ ഇങ്ങനെ ഓടി നടക്കും, ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടും എന്താ പറയാ ആക്റ്റീവ് ആയിട്ട് എല്ലാ കാര്യത്തിലും സ്പീഡിൽ ചെയ്തിരുന്ന ഒരാളാണ്. എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കണം, എപ്പോഴും എനിക്ക് ക്ലാസ് ആയിരിക്കും, ക്ലാസ് എടുക്കാൻ പോവാ, അങ്ങനെ എപ്പോഴും ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുന്ന ടൈപ്പാണ്. പക്ഷെ ഈ ഒരു പ്രശ്നമാണ് ഡോക്ടർ പറഞ്ഞു ബെഡ് റെസ്റ്റ് എടുക്കണം, എന്നാൽ മാത്രമേ കുട്ടീനെ അമ്മേനെ രക്ഷപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞവരെ എപ്പോ വേണമെങ്കിലും ബ്ലീഡിങ് ആവാം, എപ്പോ വേണമെങ്കിലും അബോർഷൻ ആവാന്നൊക്കെ പറഞ്ഞപ്പം എനിക്കെന്ന് പറഞ്ഞിട്ട് ആ സമയം എന്ന് വെച്ചാല് അപ്പം മുതൽ എന്നെ കൊണ്ട് വീട്ടിലൊരു പണിയെടുപ്പിക്കണം. എന്ന് വെച്ചാല് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം എനിക്കിഷ്ടം. എന്റെ ഭൂരിഭാഗം എന്റെ സ്വന്തങ്ങളുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യണം ഇഷ്ടം. അപ്പൊ മറ്റൊരാൾ അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ എന്നെ എവിടേക്ക് കൊണ്ടുപോകില്ല, പുറത്തേക്കൊക്കെ പോകും.
ഇപ്പൊ സിനിമയ്ക്ക് പോകുമ്പോഴും ബീച്ചിൽ പോകുമ്പോഴും എന്നെ കൊണ്ടുപോകില്ല. അപ്പൊ എനിക്ക് എന്താണ് ഭയങ്കരമായിട്ടും മെന്റൽ നല്ലതല്ല, മനസ്സിലൊരു ഭയങ്കര വിഷമവും ഡിപ്രഷൻ പോലെ തോന്നിയിട്ട് ഭയങ്കരമായിട്ടൊരു ഡിപ്രഷൻ എന്ന് പറയുന്നത് സ്റ്റേജ്. ആ സമയത്ത് നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ട് ഇങ്ങനെ ഒരാള് റൂമിലും ബെഡിൽ കിടക്കണം, എപ്പോഴും ബെഡിൽ കിടക്കണം, ഇങ്ങനെ സൈഡിലേക്ക് കിടക്കുക, അങ്ങനെ കിടക്കണം, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കും. അത് കുട്ടി എന്താണ് കുട്ടിയുടെ അമ്മയുടെ മെന്റൽ ഹെൽത്ത് കുട്ടീനെ ബാധിക്കും എന്ന് പറഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടാ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ എന്റെ മോന് ഭയങ്കര പേടിയാണ്, എല്ലാ കാര്യങ്ങളും ഭയങ്കര പേടിയാണ്. ചെറിയ സൗണ്ട് കിട്ടിയാൽ പേടിയാണ്. ഇപ്പൊ നമ്മ ഉറക്കൊന്ന് വിളിക്കൂലേ, പേര് വിളിക്കും അല്ലെ. അപ്പം മോള് ഞാൻ ഇടയ്ക്കുന്ന കുഞ്ഞു ഭയങ്കര സൗണ്ടിൽ വിളിക്കും, അത് വരെ അവന് പേടിയാണ്. അപ്പൊ എന്താണ് അമ്മയുടെ വയറ്റിലുള്ള സമയത്ത് ഇങ്ങനെയാണോ കുട്ടി, അവൻ ആ സൗണ്ട് ഒന്നും കേട്ടിട്ടില്ല. ഞാൻ പുറത്ത് പോയിട്ടില്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ടില്ല. ചെറുപ്പത്തിലെ വയറ്റിലയക്കുന്ന സമയത്തും ഇതൊന്നും കേട്ടിട്ടില്ല. അവിടെ ഇതൊക്കെ കേൾക്കുമ്പോ പേടിയാണ്. ഇപ്പൊ കുക്കറിന്റെ സൗണ്ട് നമ്മളിപ്പോ സാധാരണ രീതിയിൽ അടുക്കളയിലൊക്കെ പോകണ്ടേ, ഞാനത് പോയിട്ടേ ഇല്ല, 5 മാസം കഴിഞ്ഞ ശേഷം പോയിട്ടില്ല. അപ്പൊ അവന് പുറത്തുള്ള കാര്യങ്ങള് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതേപോലെ ആൾക്കാരെയും അവനൊട്ടും പറ്റൂല അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ജനിച്ചതിന് ശേഷവും ഇതേപോലെ ആരെയും അധികം കണ്ടില്ല. കാരണം കൊറോണ സമയത്തായിരുന്നു, കൊറോണ കഴിഞ്ഞ സമയത്തായതുകൊണ്ട് തന്നെ കുട്ടികൾ ആരെയും കാണിക്കൂലായിരുന്നു നമ്മ. അപ്പൊ അതുകൊണ്ട് അവർ ഇപ്പൊ ആൾക്കാരൊക്കെ ഉണ്ടായാലും പേടിയാണ്, ചെറിയ സൗണ്ടുകൾ കേട്ടാൽ പേടിയാണ്. അപ്പൊ ആ ഒരു ടൈമില് ഞാൻ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നു, സൗണ്ട് ഒന്നും കേൾക്കൂലായിരുന്നു, റൂമിൽ തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. അപ്പൊ അവര് ആ ഒരു അറ്റ്മോസ്ഫിയർ മനസ്സിലാവാത്തെന്ന് തോന്നുന്നത് എനിക്ക്. എന്താ പറഞ്ഞത്, മദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ് എങ്ങനെയാണോ ആ സമയത്ത് മദേഴ്സിന്റെ ഫിസിക്കലും മെന്റൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ആ സമയത്ത് കുട്ടികളിൽ വരാം. മദേഴ്സ് റെഡിനെസ് ടു ഹാവ് ചൈൽഡ്, കുട്ടിയുടെ ഉള്ള പെരുമാറ്റം. പിന്നെ ന്യൂട്രീഷൻസ് നമ്മള് മാക്സിമം എല്ലാവരും പറയും പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസ് മാക്സിമം ന്യൂട്രീഷൻസ് കഴിക്കണം, എന്താണ് വൈറ്റമിൻസ് ഒക്കെ അടങ്ങുന്ന ഭക്ഷണം കഴിക്കണം, ഇലക്കറികൾ കഴിക്കണം. എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ പറയുന്നത്, അത് ആ ഒരു അമ്മ കഴിച്ചാൽ മാത്രമേ ആ കുട്ടിക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അമ്മമാര് പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാര് ഡ്രഗ്സ് ആൽക്കഹോളൊക്കെ എടുക്കാന്ന് വിചാരിക്കും, അത് കുട്ടിയുടെ ഹെൽത്തിനെ വളരെയധികം ബാധിക്കും. നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഫിസിക്കൽ ഡിസബിലിറ്റീസ്, ഹിയറിംഗ് ഡിസബിലിറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഓർമ്മയില്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? ഇനി ആക്സിഡന്റ്, കുട്ടി ചെറുപ്പത്തില് നല്ല പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസിന് നല്ല ആക്സിഡന്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മയ്ക്ക് ഇതേപോലെ എന്താ പറയാ, അമ്മ ഡെലിവറിന് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് വയറ്റിന് എന്തോ പറ്റി. അവൾക്ക് ജനിച്ച സമയത്ത്, ഇപ്പോഴല്ലാണ്ട് ജനിച്ച സമയത്ത് അവൾക്ക് കാലിന് ചെറിയ വളവുണ്ടായിരുന്നു, ചെറിയൊരു വളവ്. പക്ഷെ പെരുകൊച്ചാണെന്നും പറഞ്ഞ എന്റെ അച്ഛനുണ്ടല്ലോ, അമ്മയുടെ അച്ഛൻ, സോറി ട്ടോ. അപ്പം അമ്മയുടെ അച്ഛൻ അതിന് കുഴമ്പൊക്കെ ഇട്ട് നല്ല രീതിയിലാക്കി. ഇപ്പൊ ആള് കുഴപ്പമില്ല, നോർമലാണ്, നമ്മ നടക്കുന്ന പോലെ നടക്കണം. പക്ഷെ കാലിന് ചെറിയ വലിപ്പം, ഒരു കാലിന് ചെറിയ വലിപ്പം കൂടുതലുണ്ട്, വളവുള്ള കാലിന് ചെറിയ വലിപ്പം കൂടുതലുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അമ്മമാർ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസിന് വന്ന ആക്സിഡന്റ് കുട്ടീനെ അത് ബാധിക്കും. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇതില്ലേ മെന്റൽ ഹെൽത്ത്, അതേപോലെ ഫിസിക്കലും മെന്റൽ ഹെൽത്ത്, ഇതിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും. ഞാൻ 2 കാര്യങ്ങൾ എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, മദേഴ്സിന്റെ ഹെൽത്ത്, മെന്റൽ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞു, ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു, ന്യൂട്രീഷൻസിന്റെ കാര്യം പറഞ്ഞു, ഡ്രഗ്സ് ആൽക്കഹോളിന്റെ കാര്യം പറഞ്ഞു. ഈ ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുട്ടിയുടെ ലൈഫിൽ അത് ബാധിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. മാം, ഈ കുഞ്ഞു പിള്ളേർക്ക് വൈറ്റമിൻ കുറവും കൊണ്ടും കാലിന് വളവ് വരാം. വൈറ്റമിന്റെ കുറവുണ്ടോ? ആ, ഇപ്പൊ അങ്ങനെ എന്റെ ഇക്കാടെ കൊച്ചിന് അങ്ങനെ ഉണ്ട്. അങ്ങനെ ആശുപത്രി കാണിച്ചപ്പോ പറഞ്ഞു 1 വയസ്സായുള്ളൂ. അപ്പൊ പറഞ്ഞു ഇങ്ങനെ വൈറ്റമിന്റെ കുറവും കൊണ്ട് മരുന്ന് കഴിച്ചാൽ മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ വെള്ള കളറിലെ പാട് മുഖത്തൊക്കെ ചെറിയ വൈറ്റ് കളറിലെ ഡോട്ട് പോലെ വന്നിട്ട് ഞാൻ കണ്ടത് വൈറ്റമിന്റെ കുറവാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ.
ഇതും അതുപോലെ കാലിന് ചെറിയ വളവ് നടക്കുമ്പോഴൊക്കെ ഒരു ഇതിലാ നടക്കുന്നത്. കാണുമ്പോ ഒരു ചിരിയൊക്കെ വരും നമുക്ക്. അമ്മാതിരി നടന്നു തുടങ്ങുന്ന പ്രായല്ലേ. ഒരു വയസ്സായിട്ടുള്ളൂ? ഒരു വയസ്സായിട്ടുള്ളൂ. നടന്നു തുടങ്ങിയോ ആള്? നടന്നു അത്യാവശ്യം കയ്യേലൊക്കെ പിടിച്ച് നടന്നു തുടങ്ങും. തന്നെ നടന്നാ കുറച്ച് നടന്നിട്ട് വീഴും, അങ്ങനെ ഒരു ഇത്. അല്ല, ബൈ ബർത്ത് ആ വളവില്ലായിരുന്നോ? ഇടയിലായിട്ട് വന്നതാണോ? അന്നേരം ഉണ്ടായപ്പോഴൊന്നും കുഴപ്പമില്ല. ഇപ്പൊ നടന്നു തുടങ്ങി കുറച്ച് കഴിഞ്ഞ പിന്നെ അത് കണ്ടു തുടങ്ങി. അപ്പൊ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ അതിന്റെ കുറവാന്ന് പറഞ്ഞു. മരുന്ന് കഴിക്കുന്നുണ്ട് ഇപ്പൊ. ടീച്ചർ, എന്റെ ഒരു ഫ്രണ്ടിന്റെ കുഞ്ഞിപ്പം 8 വയസ്സായി. ആ കുട്ടി ഇപ്പൊ ബെഡിലാണ്. ആ കുട്ടി ഇതുമാതിരി ഒരു 6 months ബാക്ക് നടക്കുന്ന സമയത്ത് ഒരു വളവുണ്ടായിരുന്നു. ഇപ്പൊ ആ കുട്ടി കംപ്ലീറ്റ് ബെഡിഷായി. എന്തോ അട്രോഫിയാ, മസിൽ അട്രോഫി അങ്ങനെ എന്തുമാതിരി വൈറ്റമിൻസ് കുറവാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ എല്ലായിടത്തും കൊണ്ടുപോയി. ആ കുട്ടിയുടെ ശരീരത്തിന്റെ ആദ്യം കാലിൽ വളവ് കണ്ടു, പിന്നെ അതങ്ങനെ ബാക്ക് ബോണിന് വളവായി, പിന്നെ നെഞ്ചങ്ങനെ മുന്നോട്ട് തള്ളി വന്നു. ഇപ്പൊ ആ കുട്ടിക്ക് ഒന്നിനും പറ്റില്ല, പൂർണ്ണമായിട്ടും കിടപ്പാണ്. വരെയാണത് ഉണ്ടായത്. ജനിച്ച സമയത്ത് 6 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലാതിരുന്ന കുഞ്ഞായിരുന്നു. 6 വയസ്സ് വരെ കാലിനൊന്നും ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല. പ്രശ്നം ഉണ്ടായിരുന്നില്ല. സ്റ്റെയർ കേസ് കയറുമ്പോ ഈ വളവ് അങ്ങനെ കാല് വളഞ്ഞു വീണ അന്നേരമാണ് പെട്ടെന്നാ കണ്ടത്. ഒരു പനി വന്നതിന് ശേഷം. എന്നാ പോളിയോയുടെ പ്രശ്നമോ ഒന്നുമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. എല്ലാം എടുത്തതാണ് ആ കുട്ടിക്ക്. നടന്ന് സ്റ്റെയർ കേസ് മേളിലോട്ട് കേറുമ്പോ ഒരു വളവ് കണ്ടു ഈ കുട്ടി നടക്കുമ്പോ. അങ്ങനെയാണ് അവര് കുറച്ച് ദിവസം അബ്സോർബ് ചെയ്തിട്ട് നോക്കിയപ്പോ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ ചെക്ക് ചെയ്തപ്പോഴാണ് കുറേശ്ശായിട്ട് ആ വളവ് കയറി ബാക്ക് ബോൺ വരെ എത്തി. അങ്ങനെ ഇപ്പം കംപ്ലീറ്റ് കിടപ്പ. ഇതിപ്പോ സാധാരണ എല്ലാ പിള്ളേർക്കും തന്നെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ പോയിട്ട്. മറ്റേത് വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും കേട്ടോ. അതന്നെ, വേറെ എന്തായാലും കുഴപ്പമായിരിക്കും. ഇപ്പൊ ആ കുട്ടി നമുക്കൊക്കെ 40 വയസ്സിൽ ചെറുതായിട്ട് ഒരു വയ്യായി വരുമ്പോ ആ കുട്ടിക്ക് എങ്ങനെയാ ഡോക്ടർ പറഞ്ഞിരിക്കണേ, ഒരു 18-20 വയസ്സാകുമ്പോഴേക്കും കംപ്ലീറ്റ് വീൽ ചെയറിൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇപ്പൊ തന്നെ ആയി, കിടന്നുപോയി, എണീക്കാൻ പറ്റില്ല. എന്താ രോഗം കണ്ടുപിടിച്ച അപൂർവങ്ങളിൽ അപൂർവം. എന്താ മസിൽ അട്രോഫിന്നോ എന്തോ ഒരു പേര് പറഞ്ഞു. നോക്കട്ടെ, ഞാൻ അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. നോക്കട്ടെ കേട്ടോ. ദൈവം ഓരോ സമയത്ത് ഭയങ്കര ക്രൂരനാണ്. എന്താണ്? ദൈവം ഓരോ സമയത്ത് ഭയങ്കര ക്രൂരനാണ് അറിയാം. ശരിയല്ലേ? വേറെ എന്തെങ്കിലും? എന്റെ ഒരു അകന്ന ബന്ധു വാർച്ചയുടെ ഒക്കെ ഇതായിട്ട് ഫാമിലിയുടെ ഇതായിട്ട് വരുന്ന അതിപ്പോ 30 വയസ്സ് അടുക്ക കാണും. പക്ഷെ 4 കുഞ്ഞു പിള്ളേരില്ലേ മലർന്ന് നടക്കുന്നേ, അതുപോലെ വളർത്തില്ല, ബുദ്ധിയുടെ വളർച്ചയില്ല, ശരീരത്തിനില്ല, അങ്ങനെ തന്നെ 30 വയസ്സൊക്കെ കാണും. എന്നിട്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ആള് വേണം, അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. കിടപ്പാണോ ആള്? കിടപ്പ് ഈ മലർന്ന് നടക്കുന്ന കുഞ്ഞു പിള്ളേരില്ലേ അതുപോലെ തന്നെ. ചെറുപ്പം മുതൽ അങ്ങനെയായിരുന്നു? ജനിച്ചപ്പം മുതല്? കാലും കൈയൊന്നും വലിയ കാര്യം കാണുന്നില്ലായിരുന്നു ചെറുപ്പത്തിലൊന്നും. 1 വയസ്സ് കഴിഞ്ഞ പിന്നെ മൊത്തത്തിൽ അങ്ങ് ഇതായതാന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും? എന്റെ ഒരു അയൽവാസിയായ ചേച്ചിക്ക് അവര് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അവര് മൂത്ത കുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ രണ്ടാമതും പ്രഗ്നന്റ് ആയി. എന്ന് വെച്ചാൽ വലിയ കുട്ടിക്ക് 1 വയസ്സ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ രണ്ടാമത് അവര് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ഇവര് അതങ്ങനെ ഡെലിവറി ആയി. ലാസ്റ്റ് 9 monthലൊക്കെ സ്കാൻ ചെയ്തപ്പോഴാണ് കുട്ടി കാലിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞത്. അതിന് മുന്നൊന്നും ഒന്നും പറഞ്ഞില്ലായിരുന്നു. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞപ്പോ ഒരു കാല് കുട്ടിക്ക് വേറെ കാലും ഫുള്ള് കുഴപ്പമൊന്നുമില്ല, വേറൊരു കാല് മുട്ടിന്റെ ഭാഗത്താണ് കുട്ടിയുടെ പാദം. അങ്ങനെ എന്ന് വെച്ചാൽ ആ മുട്ടിന്റെ എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ളും കൂടി ഇല്ല, മുട്ടിന്റെ സൈഡ് വെച്ചാൽ പകുതിയേ ഉള്ളൂ അങ്ങനെയാ. അപ്പൊ അങ്ങനെയായി. അപ്പൊ ഡോക്ടേഴ്സ് പറയുന്നത് ഇവരതിനെ അബോർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവാം. എന്ന് വെച്ചാൽ ചെറുപ്പത്തില് എന്ന് വെച്ചാൽ പെട്ടെന്നായതാണല്ലോ. അപ്പം ഇതിനെ അബോർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും കഴിച്ചതിന്റെ ഫലമായിട്ടായിരിക്കും അങ്ങനെ വരാൻ സാധിച്ചത് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷെ അവരങ്ങനെ പറയണ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഡ്രഗ്സ് എന്ന് പറയുന്നത് മെഡിസിൻസ് ആണ്.
പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ അബോർഷൻ ആവാനുള്ള മെഡിസിൻസ് ഒക്കെ കുട്ടിയുടെ അമ്മ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം അത് പോയിട്ടില്ല. അപ്പൊ പിന്നെ ഇവരതിനെ ഒന്ന് പോവാണ്ടായപ്പോ അങ്ങനെ പിന്നെ മാസമായി പ്രസവിച്ചു. പക്ഷെ കുട്ടിയുടെ കാലിങ്ങനെയായി പോയി. ഇനിയിപ്പോ അത് മാറ്റാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ വെപ്പുകാല് വെച്ചിട്ട് അതിന് താഴത്തോട്ട് നടക്കണല്ലോ കുട്ടിക്ക്. അപ്പൊ ബാക്കി ഇങ്ങനെ ഒരു കാലില് അങ്ങനെ വെച്ചിട്ട് നടക്കുക. അപ്പം അമ്മമാരുടെ നീല പറഞ്ഞോടാ. മാം ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലേ? അപ്പൊ ഞാനേ കോളേജിൽ പഠിക്കുന്ന ടൈമില് നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് പോണായിരുന്നു അട്ടപ്പാടിയില്. അവിടെ ആദിവാസി ഊരുകളില് ഈ സ്ത്രീകളും മദ്യപിക്കും. അപ്പൊ അവിടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇവർ പുറത്തു പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പോഷകാഹാരക്കുറവെന്നാ പറയാ. അപ്പൊ നമ്മൾ അവിടെ നേരിട്ട് ചെന്നപ്പോ കാണുന്നത് അവർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ചാരായം മാറ്റി കുടിക്കുന്നുണ്ട്. അത് കഴിച്ചിട്ട് കുഞ്ഞ് വെയിറ്റ് ഉണ്ടാവില്ല, ഉണ്ടാകുന്നതേ മരിച്ചു പോവുക, അല്ലെങ്കിൽ ഇവർക്ക് ചെവിക്ക് കേൾവി ഉണ്ടാവില്ല. അങ്ങനെ പല പല വൈകല്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ നമ്മളിങ്ങനെ സ്റ്റുഡന്റ് പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു ടൈമിൽ ഇതൊന്നും ഒരു ന്യൂസാണ്. അട്ടപ്പാടിയില് അവിടെ പോഷകാഹാര കുറവാണ്. പക്ഷെ മെയിൻലി അവിടെ നടക്കുന്ന ഒരു കാര്യം, അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ അവര് ഈ ചാരായം മാറ്റി കുടിക്കും. ആ സാധനം കഴിക്കുമ്പോൾ അത് കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. അവിടെ മിക്കവാറും ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നത് നമുക്കറിയാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു സെൻസസ് എന്നുള്ള രീതിയിൽ മാത്രം അവിടെ പോയതാണ്, എന്താ നടക്കണേന്ന് അറിയാനായിട്ട്. അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഒരു ആള് നമ്മളോട് പറഞ്ഞതാണ് ഇതിങ്ങനെയാ സംഭവിക്കണേന്ന്. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അവിടെ ചെന്നപ്പം കുറെ പേര് തന്നെ പുറമേ ഉള്ളവര് നമ്മളോട് ഇങ്ങനെ പറയും ഉള്ളിലേക്ക് ഇതാ സംഭവിക്കുന്നേന്നുള്ളത്. ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയും എന്താണ് വൈകല്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടി ജനിക്കുന്നതിന് മുമ്പേ കുട്ടിക്ക് എന്ത് ചെയ്യാൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ടൈം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി പോർഷൻ റെക്കോർഡ് വർക്ക് എപ്പോഴായിരിക്കും? എന്താണ് റെക്കോർഡ് വർക്ക് എപ്പോഴായിരിക്കും? 6 months നമ്മുടെ ഈ പോർഷൻ ഫസ്റ്റ് മൊഡ്യൂൾ തീരും. ഫസ്റ്റ് മൊഡ്യൂൾ തീരണം 6 monthsനുള്ളിൽ. അത് കഴിയുമ്പോൾ നമുക്ക് റെക്കോർഡ് വർക്കുകൾ തുടങ്ങും. റെക്കോർഡ്സ് പറഞ്ഞുതരും, നമ്മളിരുന്ന് തന്നെ പറഞ്ഞുതരും, അത് നിങ്ങളെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കും. റെക്കോർഡ് ഞാൻ പറ്റുകയാണെങ്കിൽ ഈ അടുത്ത ദിവസം തിങ്കളാഴ്ച മൺഡേ അല്ലേ, മൺഡേ ഞാനൊരു റെക്കോർഡ് കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എന്റെ കയ്യിൽ അതവിടെ. താങ്ക് യു ഡാ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.